പ്രിയരെ നമസ്കാരം. നമ്മൾ അടിവാരം പെരുമാൾ ക്ഷേത്രത്തിൽ പോയായിരുന്നേ. അപ്പം നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതുകൊണ്ട് നമ്മുടെ രാമക്കൽമേട് കണ്ടോ? നമ്മൾ ഈ പോകുന്ന യാത്രയിൽ രാമക്കൽമേട് തല ഉയർത്തി നിൽക്കുന്നുണ്ടോ? എന്തൊരു മനോഹാരിതയായത്! തെങ്ങിൻ തോപ്പും അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെളുപ്പിന് പോയി, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോയി. അപ്പോൾ റോഡൊക്കെ കണ്ടോ, വിജനമായ റോഡ്, ഒരു തിരക്കും ഇല്ലൊന്നുമില്ല. പിന്നെ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് വണ്ടി നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടർന്ന് അമ്പലത്തിൽ ചെന്നു. ഇതാണ് ആ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ചുറ്റും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ സൈഡിലിറങ്ങി അതെല്ലാം ഒന്ന് കാണുമായിരുന്നു. അപ്പം ഇതാണ് ആ കാഴ്ചകൾ. നമ്മുടെ അടിവാരം അമ്പലത്തിലേക്ക് കയറി പോവാണ്. നമ്മൾ അകത്തെ ഒന്നും നമ്മൾ വീഡിയോ പിടിച്ചില്ല കേട്ടോ. ഇനി എന്തെങ്കിലും പെർമിഷൻ്റെ കേസ് കേട്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലല്ലോ. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ വെളിയിൽ ഇറങ്ങി കടകളിൽ കയറി നമ്മളെന്തോ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇതുണ്ട്, ഈ പാനിപ്പൂരി പോലെ സാധനങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ പാനിപ്പൂരി ചോദിച്ചപ്പോൾ അവരില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഈ മസാല പോലെ മിക്സ് ചെയ്ത് ഒരു വെറൈറ്റി ഒരു ഭക്ഷണം അത് കഴിച്ചു. പിന്നെ നമ്മൾ ആ കടകളിൽ കയറി അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അമ്പലത്തിൻ്റെ പ്രദേശങ്ങളിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്നപ്പം ഒരു സെൽഫി എടുത്തു. പിന്നെ നമ്മൾ അടുത്ത് പോയത് നേരെ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പം ഈ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരെല്ലാം ഈ ചുരുളിക്ക് പോകുന്ന വഴിയാണ് കോടിലിംഗേശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോയി ഒരുപാട് വിഗ്രഹങ്ങൾ ഇപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുക. അവിടെ ഓരോ വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഭദ്രകാളി തൊഴുതു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഒരുപാട് ഒരു കോടിക്ക് മേളിൽ ഇപ്പോൾ ശിവലിംഗം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളെല്ലാം ഈ അവിടെ പോകുന്നവരെല്ലാം ഈ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലും പോകണം. അവിടെ പോയിട്ട് നമ്മൾ ഭദ്രകാളിയെ തൊഴുതു. അവിടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് നടക്കുകയാണ്. ഇതായതുകൊണ്ടോ ഈ കാണുന്നതാണ് ഏറ്റവും വലിയ ശിവലിംഗം. അവിടെ ഇതിനകത്ത് കയറാൻ വേണ്ടി പാസ് വേണം കേട്ടോ. 50 രൂപ കണ്ട. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം നമ്മൾ ഈ പാസ് എടുത്ത് കയറിയായിരുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ അതിനകത്ത് കയറിയില്ല. പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ അതിലേക്കൂടെ നടന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി നല്ല രസമാണ് കേട്ടോ. അവിടെ എല്ലാവരും പോകണം. പിന്നെ നമ്മളവിടെ തൊഴുതു. അങ്ങനെ നമ്മൾ അവിടുന്ന് കോടിലിംഗേശ്വര ക്ഷേത്രത്തിൽ നിന്നും നമ്മളവിടെ മോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബോധിധർമ്മൻ്റെ എഴുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞ്. അങ്ങനെ അപ്പം ഇതാണ് കോടിലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങളും കാര്യങ്ങളും എല്ലാം. പിന്നെ ഒരു സെൽഫി എടുത്തു. കൃഷ്ണനും രാധയുടെ അടുത്ത് നിന്ന് ഞങ്ങളെല്ലാവരും കൂടി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടി. അപ്പം നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മഹേഷ് കൈലാസം. അവിടെയൊക്കെ ഒന്ന് കിട്ടണമെന്ന്